സന്ദേശം വ്യാജം. ഒരുപക്ഷെ അടുത്ത ഇര നിങ്ങളായേക്കാം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഒഫീഷ്യൽ സന്ദേശമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മൊബൈലിലേക്ക് എത്തുന്ന ഒരു വ്യാജ ലിങ്ക്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാകാൻ നിമിഷങ്ങൾ മാത്രം മതി. തിരുവനന്തപുരം മാറനല്ലൂരിൽ യുവതിക്ക് നഷ്ടമായത് 4.5 ലക്ഷത്തിലധികം രൂപയാണ്. സൈബർ ലോകത്തെ ഈ ചതിക്കുഴിയെക്കുറിച്ച് മാറനല്ലൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. മാറനല്ലൂർ പുന്നാവൂർ സ്വദേശിയായ അനുവിന്റെ ജീവിതമാണ് ഒറ്റ നിമിഷം കൊണ്ട് സൈബർ കൊള്ളക്കാർ കവർന്നെടുത്തത്. തന്റെ ബൈക്കിന് പിഴയടയ്ക്കാനുണ്ടെന്ന പേരിൽ മൊബൈലിലേക്ക് വന്ന ഒരു സന്ദേശമാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ പേരിനോട് സാമ്യമുള്ള ഒരു ലിങ്ക് സന്ദേശത്തിനൊപ്പം ഉണ്ടായിരുന്നു. വാഹനത്തിന് ഫൈൻ ഉണ്ടെന്ന് വിശ്വസിച്ച് അനു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അതൊരു കെണിയാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി. ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ആയതിനു പിന്നാലെ അനുവിന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം ഓരോന്നോരോന്നായി ചോരാൻ തുടങ്ങി. പല തവണകളായി ലക്ഷങ്ങൾ അക്കൗണ്ടിൽ നിന്ന് മാഞ്ഞു തുടങ്ങി. ഒന്നും രണ്ടുമല്ല, ആകെ 4,58,497 രൂപയാണ് നിമിഷങ്ങൾക്കുള്ളിൽ കവർന്നെടുക്കപ്പെട്ടത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ അനു മാറനല്ലൂർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന ഇത്തരം വ്യാജ ലിങ്കുകൾക്കെതിരെ അതീവ ജാഗ്രത വേണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഒഫീഷ്യൽ സൈറ്റുകളല്ലാതെ വരുന്ന ഒരു ലിങ്കിലും ബാങ്ക് വിവരങ്ങളും ക്രെഡിറ്റ് നമ്പറും നൽകരുതെന്നാണ് നിർദ്ദേശം. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ശങ്കലിനൊപ്പം റിപ്പോർട്ടർ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.